നടി വരാതെ നാടകം മുടങ്ങിയ ധാരാളം കഥകൾ ഈ പ്രൊഫഷണൽ ട്രൂപ്പുകൾക്ക് പറയാനുണ്ട്. എന്നാൽ അത്തരമൊരു കഥ അങ്ങനെ സിനിമയിലും കോമഡിയായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് സ്വന്തം ജീവിതത്തിൽ, അതും സ്വന്തം നാട്ടിൽ തന്നെ അനുഭവിക്കാൻ ഒരു മനുഷ്യൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയാനാണ് ഈ എപ്പിസോഡ്. സ്വർഗരാജ്യം നിനക്ക് വേണ്ടി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല അഭിപ്രായ നാടകം പലയിടത്തും വന്ന് കണ്ടതിന് ശേഷമാണ് എൻ്റെ നാടിനടുത്തുള്ള കോഴിപ്പാറ എന്നുള്ള പ്രദേശത്ത് ഈ നാടകം ബുക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നാടകം വലിയ രീതിയിൽ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ നാടകമാണ്, ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതിയുടെ പ്രധാനി എന്ന് പറയുന്നത് ഷൊർണൂർ ടൗണിൽ ഇപ്പോഴും ടാക്സി ഡ്രൈവർ ഓടുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. സുരേന്ദ്രൻ CPMൻ്റെ സജീവ പ്രവർത്തകനും അതിൻ്റെ യൂണിയൻ നേതാവൊക്കെയാണ്. ഞാനാണെങ്കിൽ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. എങ്കിലും ആ രാഷ്ട്രീയ വൈരുദ്ധ്യം നോക്കാതെ തന്നെ എൻ്റെ നാടകം ബുക്ക് ചെയ്തു, നാടകം അവിടെ കളി. അപ്പോൾ കോഴിപ്പാറ എൻ്റെ നാടാണ്, ഒന്നുകൂടി നന്നായി റിഹേഴ്സലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കാം. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ദിവസം നാടകത്തിൽ അഭിനയിക്കുന്ന പെൺകുട്ടി പട്ടാമ്പിക്കാരിയാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. ഈ കുട്ടി എന്നോടൊരു റിക്വസ്റ്റ് എടുത്ത്, വിജയേട്ടാ ഒരു സഹായം ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് വെച്ചു, ശിവരാത്രി അല്ലേ നമ്മുടെ കളി. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ 2 നാടകം ഒന്ന് അങ്ങനെ വലിയ ദീർഘവീക്ഷണത്തോടൊക്കെ കാണും. 2 നാടകം ഏറ്റെടുക്കില്ല. കാരണം ഒരു നാടകം കഴിഞ്ഞ് സെറ്റൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് വണ്ടി ഓടി എത്തുക എന്നുള്ള റിസ്ക് ഒന്നും ഏറ്റെടുക്കാൻ ഞാൻ ഒരു നാടകം അപ്പോൾ ശിവരാത്രിക്ക് കളി വന്നിരുന്നു. ഞാൻ വേണ്ടെന്ന് വെക്കിയത്, കോഴിപ്പാറ അടുത്തുമാണ്, സുഖമായി കളിക്കാം. അപ്പോൾ നടി ചോദിച്ചു, ഇങ്ങനെ വിജയേട്ടാ പട്ടാമ്പിക്കടുത്ത് എൻ്റെ വീടിൻ്റെയൊക്കെ പരിസരത്തായിട്ട് ഒരു അമേച്ചർ നാടക സംഘം അന്ന് രാത്രി 8 മണിക്കൊരു നാടകം കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ സ്ത്രീ കഥാപാത്രമായിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ വിജയേട്ടൻ്റെ പെർമിഷൻ കിട്ടുക. അപ്പോൾ അവർ 10 മണിയാകുമ്പോഴേക്കും നാടകം കഴിയും, 8 മണിക്ക് തുടങ്ങി 9:30 നാടകം കഴിയും, 10 മണിയാകുമ്പോഴേക്കും ലൊക്കേഷനിൽ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അനുവദിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ സംഘാടക സമിതിയോട് വിളിക്കാൻ പറഞ്ഞു. അവർ വിളിച്ചു. അവരോട് ഞാൻ സീരിയസ് ആയി പറഞ്ഞു, ഇത് ഗൗരവമുള്ള വിഷയമാണ്, നാടകത്തിലെ നടിയാണ്, അപ്പോൾ 10 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരണം. അയ്യോ വിജയേട്ടാ, ഞങ്ങൾക്ക് നാടകത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ 8 മണിക്ക് ശിവരാത്രി ആഘോഷമാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുക, അത് കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടിയാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അനുവാദം കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി അവിടെ റിഹേഴ്സൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം, ഈ കുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കുടുംബത്തിൽ. പക്ഷേ അപ്പോൾ ഞാനും എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട്, ഈ കുട്ടിയുടെ സാമ്പത്തിക പ്രയാസമൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സമയമുണ്ടല്ലോ, നമ്മുടെ നാടകം 12 മണിക്കാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ഒരു സതീശനെ ഞാനൊക്കെ അടങ്ങുന്ന ഞങ്ങളുടെ ഒരു കോമഡി ട്രിപ്പുണ്ട്. ഈ കോമഡി ട്രിപ്പിൻ്റെ ഒരു കലാപരിപാടി കൂടി ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കോമഡി പരിപാടികളാണ്, അതിൽ നിറയെ കോമഡി സ്കിറ്റുകൾ, നമ്മുടെ 1-2 സുഹൃത്തുക്കൾ, ഞാനടക്കം അല്ലെങ്കിൽ സതീശനടക്കമുള്ള ആളുകൾ, സിനിമാ താരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നൊരു കാലം. അപ്പോൾ അതൊക്കെ പിന്നീട് വരുന്നുണ്ട് എപ്പിസോഡിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് ആ ഒരു പരിപാടി ഏറ്റിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ആദ്യം കയറി അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞൊരു 12 മണിക്കാണ് നാടകം. അപ്പോഴേക്ക് ഈ നടി എത്തി, മേക്കപ്പൊക്കെ തുടങ്ങി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങളുടെ കോമഡി നല്ല രീതിയിൽ കയ്യടിയും ചിരിയൊക്കെ വാങ്ങി വിജയിച്ചു. സ്റ്റേജിൽ നിന്ന് രഹസ്യമായിട്ട് വിവരം കിട്ടി, നടി എത്തിയിട്ടില്ല. ആ ഒരു ദുരന്തം എങ്ങോട്ട് എത്തിച്ചു, സ്വന്തം നാട്ടിലെ കോഴിപ്പാറയിൽ നിരവധി ആളുകൾ, അത് നിറയെ ആളുകൾ തടിച്ചുകൂടിയ ഒരു വേദിയിൽ ഈ നാടകത്തിൽ സംഭവിച്ച വലിയൊരു ദുരന്തം, വേദന, ആ ഒരു കഥ പറയാൻ ഈ സമയബന്ധിതമായി എപ്പിസോഡ് പോരാ. അതുകൊണ്ട് ആ ഒരു എപ്പിസോഡ്, നാടകത്തിൽ സംഭവിച്ച ദുരന്തം, വേദന, ഞാൻ നാടകം നിർത്താനുണ്ടായ സാഹചര്യമൊക്കെ തന്നെ ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ പറയാം. നാടകപ്രേമികൾ ഇതിനെ ലൈക്കും കമൻറ്റും ഷെയറും എന്നെ ഫോളോ ചെയ്യാനും മറക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.